ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ചെന്നൈ ടു എൻ്റെ വീട് വരെയുള്ളൊരു ജേണി ആട്ടോ. ഭയങ്കര സമാധാനത്തോടെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം വീട്ടിൽ പോകാണല്ലോ. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീട്ടിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റാറില്ല. എനിക്കൊരു 2 months ഒക്കെ കൂടുമ്പോഴാണ് പോകാൻ പറ്റുന്നത്. പിന്നെ ഇപ്രാവശ്യത്തെ പോക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ചേച്ചിയുടെ ഡെലിവറി വരാൻ പോവാ. അപ്പോൾ ബേബി വരും. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് പോകുമ്പോൾ. ഞാനും എൻ്റെ ഫ്രണ്ട് അസീമും കൂടിയാട്ടോ പോകുന്നത്. അവൻ പാലക്കാട് ഇറങ്ങും, ഞാൻ പരപ്പനങ്ങാടി ഇറങ്ങും. അവനിങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നത് കണ്ടിട്ട്. കാരണം ഇവരൊന്നും എനിക്ക് ചാനലുള്ള കാര്യം അറിയില്ല. ഞാൻ ക്ലാസ്സിൽ ആരെടുത്തും പറഞ്ഞിട്ടില്ല എനിക്ക് ചാനലുള്ള കാര്യം. അപ്പം ഞങ്ങളിങ്ങനെ സെൻട്രലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സെൻട്രലെത്തി. എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇനി ട്രെയിനിൽ കയറി ഇരുന്നാൽ മതിയല്ലോ വീട്ടിലെത്താൻ, അത് വിചാരിച്ചിട്ട്. അതേപോലെ പക്ഷെ തിരിച്ചു വരുമ്പം ഈ സ്ഥലം കാണുമ്പോൾ വലിയ സന്തോഷമൊന്നും തോന്നാറില്ല. കാരണം എനിക്കെപ്പോഴും എൻ്റെ നാടും വീടുമാണ് ഇഷ്ടം. കാരണം അവിടുത്തെ പച്ചപ്പും ഹരിതാഭ്യം വൈബൊന്നും ഇവിടെ കിട്ടാറില്ല. ഞങ്ങൾക്ക് ആക്ച്വലി 1:30 ട്രെയിൻ. പക്ഷേ ഞങ്ങൾ 12 മണീൻ്റെ മുമ്പേ അവിടെ എത്തി. കാരണം അപ്പം പോയാലേ ഞങ്ങൾക്ക് സീറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നല്ല കോമഡി ആയിരിക്കും അവിടെ എത്തുന്നത് വരെ. കാരണം സീറ്റില്ലെങ്കിൽ ഞങ്ങൾ നിലത്തിരുന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയും കഷ്ടപ്പെട്ട് തൂങ്ങിപ്പിടിച്ച് നിന്നിട്ടോ വേണം പോവാൻ. അപ്പോൾ ഭാഗ്യത ഞങ്ങൾ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഈ കാണുന്ന സ്പിന്നർ അവൻ അടുത്തിരിക്കുന്ന ചെക്കൻ്റെ കൈയും കാലും പിടിച്ച് വാങ്ങിയതാട്ടോ. ബോറടിച്ചിട്ട് കുറേ നേരം ഞങ്ങൾ ചെസ്സൊക്കെ കളിച്ചിരുന്ന്. പക്ഷേ എത്രയെന്ന് വെച്ച് ചെസ്സ് കളിക്കും. പിന്നെ എല്ലാ 5 വട്ടം കളിച്ചപ്പോഴും ഞാനാണ് ജയിച്ചത്. അവനും എന്നെ ചെസ്സ് കളിക്കാൻ അറിയാത്തതുകൊണ്ടും എനിക്ക് കുറച്ചൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ സേലം എത്തിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കമ്പനി കിട്ടിയിട്ടോ. അത്രയും നേരം ഞങ്ങളങ്ങനെ ബോറടിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചേച്ചിമാരെ വർത്തമാനം കാണാം. ഈ ചേച്ചി വന്നപ്പോൾ തൊട്ട് ഫുൾ ടൈം കോമഡി ആയിരുന്നു. ഞാൻ അത്രയും നേരം ഇൻട്രോവേർട്ടായിട്ട് ഇരിക്കുന്നു. പക്ഷേ ഈ ചേച്ചി വന്നപ്പോൾ ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടായി. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന ഇടയ്ക്കാണ് ഇങ്ങനെ അപരിചിതമായിട്ട് ഞങ്ങൾ നക്ഷത്രയെ കാണുന്നത്. ഈ നക്ഷത്ര അരുൺ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. നക്ഷത്ര അരുണിന്റെ ചാനല് ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം. ഇവരെ ചിരി കണ്ടിട്ട് അത്രയും നേരം മസിൽ പിടിച്ചിരുന്നപ്പോഴത്തേക്കും മാനം വരെ ചിരിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ പരപ്പനങ്ങാടി എത്തി. അങ്ങനെ അമ്മയും പാപ്പനും കൂട്ടാൻ വന്ന് ഞങ്ങൾ രാത്രി 1:30 അസർഫാഖാൻ്റെ ഓട്ടോയിൽ വീട്ടിൽ പോകാട്ടോ. അങ്ങനെ വീടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.